guys, welcome back to my channel. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഇന്ന് എൻ്റെ ഒരു ഡ്രീം ബിഗ് ഡേ ആണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ സമയം കൃത്യം 3:30 മണി, വൈകിട്ടല്ല വെളുപ്പിന് 3:30 മണി. കിളികളുടെ കളകളരാവൊക്കെ കേട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കണം. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഇന്ന് എൻ്റെ ഒരു ഡ്രീം ബിഗ് ഡേ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ കല്യാണമൊന്നും അല്ല ഗൈസ്. ഇന്ന് ഞാൻ കുറേ നാളായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കണ ഒരു വെഡ്ഡിങ് ഫോട്ടോഷൂട്ടാണ്. ഒരു സിമ്പിൾ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കല്യാണപ്രായം കഴിഞ്ഞ് എന്നെൻ്റെ വീട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സൂചനയും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്യാമറ ടീം നമ്മൾ പിക്ക് ചെയ്യാൻ വരും. എന്നിട്ട് നേരെ നമ്മൾ സ്റ്റുഡിയോയിൽ പോവും, മേക്കപ്പ് ചെയ്യും. 8 മണിയാകുമ്പോഴത്തേക്ക്, ഇപ്പം 3:30 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഷൂട്ട് തുടങ്ങണം എന്നാണ് എൻ്റെ ക്യാമറ ടീം എന്നോട് പറഞ്ഞത്. സോ ഇപ്പോൾ അവർ വിളിക്കാൻ വരും. എന്നിട്ട് എങ്ങോട്ടാണ് പോണത്, ആരാണ് ക്യാമറ ടീം, എവിടെയാണ് മേക്കപ്പ് ചെയ്യണത്, എവിടെ വെച്ചാണ് ഷൂട്ട് എന്നൊക്കെ നമുക്ക് വഴി പറയാം. ഇതാണ് നമ്മുടെ ക്യാമറ ടീം. ഇത് വിഷ്ണു, ഇത് എടാ മുഖം കാണിക്കടാ. ഇത് വിഷ്ണു, ഇത് മനു, ഇതെന്റെ അമ്മ, ഇതെന്റെ അച്ഛൻ. ഓക്കെ, അപ്പൊ പോവല്ലേ? എങ്ങോട്ടാ ഇപ്പൊ ആദ്യം എന്ത്? ആ ഓക്കെ, അപ്പൊ നമുക്ക് ബ്യൂട്ടി പാർലറിൽ ചെന്നിട്ട് കാണാം. പല്ല് വെച്ചാളാ. അങ്ങനെ നമ്മൾ പാർലർ എത്തി. സാരിയൊക്കെ ഓൾറെഡി പ്രീപ്ലീറ്റ് ചെയ്തവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സാരി ഡ്രൈപ്പിംഗ് കഴിഞ്ഞിട്ടാണ് മേക്കപ്പിന് ഇരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് എല്ലാം സടപടേന്ന് ആ ചേച്ചി നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടാ. അപ്പൊ ലെറ്റ്സ് ഗോ ഫോർ ഷൂട്ട്. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയത് വെടിക്കെട്ട് സിനിമ ഷൂട്ട് നടന്ന അതേ ലൊക്കേഷനിൽ വെച്ചായിരുന്നു ഇവർ ഈ ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തത്. അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. എങ്ങനെ വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്കെന്തോ ഭയങ്കര ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആയിരുന്നു. നമ്മൾ ഷൂട്ട് നടന്ന അതേ സ്ഥലത്ത് ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫ്ലാഷ് ഓഫ് സെക്കൻഡ്സിൽ എൻ്റെ തലേൻ്റെ ഉള്ളിൽ കൂടെ കുറേ മെമ്മറീസ് ഇങ്ങനെ പോയി. അപ്പം അത് ഭയങ്കര ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആയിരുന്നു. ഇളങ്ങുന്നപ്പോഴുള്ള അമ്പലമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫസ്റ്റത്തെ ലൊക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വലിയൊരു സ്റ്റോറി ഉണ്ട്. ഞാൻ ഈ ക്യാമറ ടീമിനെ കണ്ടുമുട്ടിയതൊരു സ്റ്റോറിയാണ്. എനിക്കൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്ന സമയത്ത് റാൻഡംലി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറേ ഫോട്ടോഗ്രാഫേഴ്സിന് മെസ്സേജ് അയച്ച് കുറേ പേർക്ക് അന്ന് വെഡ്ഡിങ് വർക്ക് അതൊക്കെ ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. അങ്ങനെ എനിക്ക് ഒരു റിപ്ലൈ വന്ന് വിഷ്ണു വോക്സി വിഷ്ണു വോക്സി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് റിപ്ലൈ വന്ന് നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് റിപ്ലൈ വന്നു. ആ വിഷ്ണു വോക്സിയാണ് ഇത്. നിന്റെ ഇൻസ്റ്റാഗ്രാം പേരെന്തായിരുന്നടാ? വിഷ്ണു വോക്സി ഫോട്ടോഗ്രാഫി. അന്ന് തൊട്ട് എന്റെ കൂടെ കൂടിയതാണ് എന്റെ പൊന്നാളിയാ. പിന്നെ എന്റെ തലേന്നൊഴിഞ്ഞു ഏറിയത് ഇറങ്ങിയിട്ടില്ല. അപ്പൊ അത് വിഷ്ണു വോക്സി. പിന്നെ ഇത് മനു, MPR ഫോട്ടോഗ്രാഫി മനു. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഒരേ ഒരു പാർട്ട്ണർ, ഒരേ ഒരു പെൺതരി ഉണ്ട്. അവളെ കാണിച്ചു തരാം. യെസ്, സോജു. ഇവര് 3 പേരുമാണ് പാർട്ട്നേഴ്സ്. ഇവര് 3 പേരും കൂടിയാണ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തണത്. അപ്പൊ അങ്ങനെ ഞങ്ങള് ഒരു കുഞ്ഞ് ഡാൻസ് ഫോട്ടോഷൂട്ട് ഒരു ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പൊ ഇവരെന്റെ പേഴ്സണൽ ടീമായിട്ട് ഓൾവേസ് എനിക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവരെന്റെ കൂടെ ഉണ്ടാവാറുണ്ട്. മൈൻഡ് ചെയ്യടാ. ഉണ്ടാവാറുണ്ട്. അതെ. അപ്പൊ എന്തായാലും ഞങ്ങള് ബാക്കി ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ഓക്കെ. അമ്പലത്തിലെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് വൈപ്പിൻ ബീച്ചിലേക്കാണ്. മുല്ലപ്പൂ വിഷ്ണു ബോക്സ്.
ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ് വൈപ്പിൻ ബീച്ച്. ഇപ്പൊ ഇൻസ്റ്റ റീൽസിലാണെങ്കിലും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോഷൂട്ട് സ്പോട്ടാണ് വൈപ്പിൻ ബീച്ച്. ഇവിടുത്തെ ഈ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്കിൽ കാണുന്ന ഈ പൈൻ മരങ്ങളൊക്കെ ഇല്ലേ, ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നട്ടുച്ച സമയത്ത് പോയാൽ കൂടെ നമുക്ക് ഒട്ടും ടയേർഡ് ആവാണ്ട് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞ് പോരാ. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷൂട്ട് സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ട്? അടിപൊളിയായിരുന്നു. ഷൂട്ട് അടിപൊളിയായിരുന്നു. എല്ലാം സൂപ്പർ ആയിരുന്നു. സോജന വന്നില്ല, ഇപ്പഴാ. അടിപൊളിയായിരുന്നു. നമ്മളെവിടൊക്കെ ഷൂട്ട് ചെയ്ത ബീച്ചിലും അമ്പലത്തിലും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തു അല്ലേ? അടിപൊളിയായിട്ട് തീർന്നു. ഇനി എല്ലാം ക്യാമറ ചേട്ടന്മാരുടെയും ചേച്ചിന്റെയും കയ്യിലാണ്. ഇത് ഞങ്ങളുടെ സാരഥി അതിൽ മുന്നോട്ട് പാടാ. അപ്പൊ എന്തായാലും നമ്മൾ ഈ ആടയാഭരണങ്ങളൊക്കെ കഴിച്ചിട്ട് വരാം അല്ലേ? അപ്പൊ എല്ലാം യെസ്. അപ്പൊ താങ്ക് യു ചേച്ചി, നമുക്ക് ഇത്ര അടിപൊളിയായിട്ട് ഒരുക്കി തന്നതിന്. ഇനി കുറെ കസ്റ്റമേഴ്സ് വരട്ടല്ലേ? ഓക്കെ. ഞാൻ എന്താ ഈ സ്ഥലവും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. അപ്പൊ ഓക്കെ, ബൈ. ഷൂട്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ നോക്കണത് അവിടെ അടുത്ത ഏറ്റവും നല്ല നിയർ ബൈ ഫുഡിങ് സ്പോട്ടാണ്. അവിടെ വൈപ്പിൻ്റെ ഉള്ള അൽസാജ് ഹോട്ടലിൽ പോയി ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ച് ഇനി നേരെ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. യെസ്. അപ്പൊ അങ്ങനെ നമ്മൾ ഫൈനലി വീടെത്തി. ഒരു 4-4:30 ആയപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഷൂട്ടും കഴിഞ്ഞു. അത്യാവശ്യം നന്നായിട്ട് പോയൊരു ഷൂട്ടായിരുന്നു. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ കുറച്ച് നാളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഷൂട്ടാണ് ഒരു വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആകെ ഒരേ ഒരു വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുള്ളൂ, അതും വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ വെടിക്കെട്ട് സിനിമയൊക്കെ അഭിനയിക്കുന്നതിന് മുമ്പാണ് ആ ഷൂട്ട് ചെയ്തത്. ഞാൻ അതിന്റെ ഫോട്ടോ കിട്ടിയ സൈഡിൽ കൊടുത്തേക്കാം. ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്ക് ഓൾറെഡി അറിയുന്ന ടീമായിരുന്നു എന്റെ ക്യാമറ ടീം. നമ്മൾ ഓൾറെഡി ഒരുമിച്ച് ഡാൻസ് ഫോട്ടോഷൂട്ടും വിഷു ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ടുണ്ട്. എന്നെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യണവരാണെങ്കിൽ അറിയായിരിക്കും. അപ്പൊ അവരാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ചേച്ചി ഉണ്ട്, അപ്പോ ആ ചേച്ചിക്ക് വേണ്ടി ഒരു കൊളാബ് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അങ്ങനെ ചെയ്തൊരു ഷൂട്ടാണ്. അപ്പൊ എനിക്ക് കംപ്ലീറ്റ്ലി അറിയാൻ പാടില്ലാത്തൊരു സൈഡായിരുന്നു എങ്ങനെയാവും മേക്കപ്പ് എന്നൊക്കെ. പക്ഷെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആ ചേച്ചി നമുക്ക് സാരി ഡ്രേപ്പിങ്ങും മേക്കപ്പ് ഒക്കെ ചെയ്തു തന്നു. അപ്പോൾ ആ ചേച്ചിയുടെ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ ചേച്ചി മേക്കപ്പ് ചെയ്യണ ആദ്യത്തെ സെലിബ്രിറ്റി ഞാനാണ്. കന്നി സെലിബ്രിറ്റി അല്ല, കന്നി മേക്കപ്പ് ഫോർ എ സെലിബ്രിറ്റി ആ ചേച്ചിയുടെ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഞാൻ നമ്മളത്ര വലിയ സെലിബ്രിറ്റി ഒന്നും അല്ല, എങ്കിൽ പോലും ആ ചേച്ചിയുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത്യാവശ്യം നന്നായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ വന്നിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനം ഞാനത് കൊടുക്കാം. ഈ വീഡിയോ കാണുന്ന എന്റെ ക്യാമറമാന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നീ എനിക്ക് ഫോട്ടോസ് മാത്രമേ അയച്ചിട്ടുള്ളൂ, വീഡിയോസ് എഡിറ്റ് ഇതുവരെ അയച്ചിട്ടില്ല. ഓക്കെ, കീപ് ഇൻ മൈൻഡ്. അപ്പാർട്ട് ദാറ്റ്, ഇതെന്റെ ഫസ്റ്റ് വ്ലോഗാണ്. എനിക്ക് അറിയാൻ പാടില്ല ഇതിന്റെ ഔട്ട് എങ്ങനെ വരും എന്താവുന്നൊന്നും എനിക്കറിയില്ല. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഡു കമന്റ് ബിലോ. ഇപ്പൊ എന്തായാലും നല്ല നല്ല വീഡിയോസും നല്ല നല്ല കണ്ടന്റ്സ് ഒക്കെ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ until the next video, it's me Aishwarya Unfiltered signing off.